ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. പക്ഷേ എനിക്കിന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവള് ഷാർജയിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ ഒരു വെക്കേഷനായിട്ട് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവളും അവളുടെ രണ്ടാമത്തെ മകളും കൂടെ ഇന്ന് ഇവിടെ തൃശ്ശൂർ വന്നു. അപ്പോൾ ഞാൻ അവരെ തൃശ്ശൂർ വെച്ച് മീറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ കടയിലും കയറുന്നതും ഷോപ്പിംഗ് ചെയ്യുന്നതും അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ ഈ ഒരു കട നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. അപ്പോൾ പവൻ ബ്യൂട്ടി സെന്റർ എന്നാണ് പേര്. നമ്മുടെ പുത്തമ്പള്ളിയുടെ ആ ഒരു വഴിയിൽ നമുക്കറിയാം ഒരുപാട് ഷോപ്പുകളുണ്ട്. പലതരത്തിലുള്ള ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് ഇതും ഈ കടയുള്ളത് ട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ മേക്കപ്പ് പ്രൊഡക്റ്റും കോസ്മെറ്റിക് ഐറ്റംസും നമുക്കവിടെ മേടിക്കാൻ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചാലും അതവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്യൂട്ടി പാർലറുകൾക്കൊക്കെ ഇങ്ങനെ ബൾക്കായിട്ടുള്ള എമൗണ്ടിലായാലും നമ്മൾക്ക് ഇപ്പോൾ നമ്മളുടെ ഒരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായാലും നമുക്ക് അവിടുന്ന് മേടിക്കാൻ പറ്റും. എംആർപി റേറ്റിൽ നിന്നും ഇത്തിരി കുറഞ്ഞ വിലയിലാണ് നമുക്ക് ഇവിടുന്ന് മേടിക്കാനും കിട്ടുന്നത്. ഇപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിലും ഇനിയിപ്പോൾ ലിപ്പ് ലൈനർ ആണെങ്കിലും ഫൗണ്ടേഷൻസ് ആണെങ്കിലും ഒരുപാട് ഷെയ്ഡിലും പല കമ്പനികളുടെയും അങ്ങനെ എല്ലാ പ്രൊഡക്റ്റുകളും നല്ല നിറഞ്ഞ് ഇരിക്കുന്ന ഒരു ഷോപ്പ് ട്ടോ. ഇതാണ് അവളുടെ രണ്ടാമത്തെ മോള് സുന്ദരി മണി. ഹായ് പറയാണേ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് കടകളിലൊക്കെ കയറി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് മിങ് പാലസിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞിതിന് മധുരമുള്ള നൂഡിൽസ് അല്ലേ ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ ഈ അമേരിക്കൻ ചോപ്സിയും ഡ്രാഗൺ ചിക്കനൊക്കെ പറഞ്ഞത്. പക്ഷേ അവളങ്ങനെ കഴിച്ചൊന്നുമില്ല. അവളതിലെ എഗ്ഗ് മാത്രം കഴിച്ചു. അപ്പോൾ അങ്ങനെ ഇവിടെ വരെ വന്നിട്ട് എന്താ പറയുക, ഈ ഒരു മിങ് പാലസ് പോയില്ലെങ്കി അതൊരു നഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കയറിയത്. പക്ഷേ അത് അത്ര സക്സസ് ആയില്ല. കാരണം അവൾക്കാണെങ്കിലും മോൾക്കാണെങ്കിലും അത് അത്ര അങ്ങട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്തായാലും പോട്ടെ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് വേറെ റെസ്റ്റോറൻറ്റിൽ പോവാം. എനിക്കാണെങ്കിലും തൃശ്ശൂർ അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒന്നും എനിക്ക് പരിചയമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് വരുമ്പോൾ ഇത് നമ്മുടെ കിഴക്കേ കോട്ടയ്ക്കും പിന്നെ എന്താ പറയുക സെൻറ് തോമസ് കോളേജിനും ഇടയിലുള്ളൊരു ഷോപ്പാണ് ട്ടോ ഇത്. പി.ജെ. ഫ്രൂട്ട്സ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ വഴിയൊക്കെ കടന്നു പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട് ഈ കടയിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് എനിക്കറിയില്ലായിരുന്നു. നമുക്കങ്ങനെ വണ്ടി നിർത്തി പെട്ടെന്ന് അവിടെ അത്ര തിരക്കാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ഇതുപോലെ നടന്നു വരുമോ എന്നൊക്കെയാണെങ്കിൽ കയറാം. അപ്പോൾ നിങ്ങൾ ആ ബോർഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഷെയ്ക്കിനൊക്കെ 40 രൂപ, പിന്നെ ഫ്രഷ് ജ്യൂസിനൊക്കെ 50 റുപ്പീസ് അങ്ങനെയൊക്കെയായിരുന്നു ട്ടോ. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ല. പുറത്തിരുന്ന് കഴിക്കാം. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞാൻ പറഞ്ഞ വീഡിയോയിലെ അടുത്തൊരു സ്പെഷ്യൽ കാര്യമെന്ന് പറഞ്ഞാൽ, എൻ്റെ കൂട്ടുകാരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നത്തെ എൻ്റെ ഒരു വലിയ സന്തോഷമാണ്. ഞാൻ പ്രതീക്ഷിക്കാതെയാണ് അവൾ ഇന്ന് വന്നത്. അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. ഇന്ന് ഒരാളുടെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. മറ്റാരുടെയല്ല എൻ്റെ തന്നെയാണ് ട്ടോ. അപ്പോൾ അങ്ങനെ 37ാമത്തെ വയസ്സിലോട്ടുള്ള ബർത്ത്ഡേ ആണ്. ഞാൻ പലപ്പോഴും എല്ലാവരും പറയുന്നത് പോലെ തന്നെ പ്രായം ഒരു നമ്പർ മാത്രമാണ് എന്നൊക്കെ പറയാനൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും, പക്ഷേ കഴിഞ്ഞ വർഷം തൊട്ട് പ്രായം നമ്പർ മാത്രമല്ല, അത് നമ്മളെ ബാധിക്കുന്നുള്ള കാര്യം കൂടെ എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ വർഷം തൊട്ടാണ് ട്ടോ. അപ്പോൾ ഞാനും സുന്ദരിവാവയും മോനും കൂടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. മോള് വീഡിയോ പിടിക്കുന്നത് കൊണ്ടാണ് കൂടെ ഇല്ലാഞ്ഞത്. അപ്പോൾ ഇന്ന് മോനാണെങ്കിലും അവരും അവളൊക്കെ ഉള്ളത് കൊണ്ടേ വലിയ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാതെ അവരുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകം ഒരു ഹാപ്പിനെസ്. അങ്ങനെയല്ലേ നമുക്കെപ്പോഴും ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ ഉള്ളവരുണ്ടാകുമ്പോൾ നമുക്ക് ഇത്തിരി സന്തോഷം കൂടും അല്ലേ? അതേ സമയം തന്നെ നമ്മൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരൊന്നും നമ്മുടെ കൂടെ ഇല്ലാണ്ടാവുമ്പോൾ അതിൻ്റെ സങ്കടമുണ്ട് ട്ടോ. എനിക്കിപ്പോൾ ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ചേച്ചിയുടെ മക്കളാണെങ്കിലും ചേട്ടനാണെങ്കിലും അവരൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ ഒരു കാര്യം വരുമ്പോൾ നമ്മളോടൊപ്പം സന്തോഷിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്. അപ്പോൾ അവരില്ലാത്തതിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. അപ്പോൾ അതുപോലെ തന്നെ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാൻ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ അവരൊക്കെ എനിക്കും കേക്കൊക്കെ തന്നു. ഇതാണ് എൻ്റെ ഫ്രണ്ട് രാഗി എന്നാണ് ട്ടോ അവളുടെ പേര്. എനിക്ക് നഴ്സിംഗ് പഠിച്ച ബാച്ചിൽ ഇന്നും ഒരേപോലെ ബന്ധം നിലനിർത്തി പോകുന്നത് രാഖിയായിട്ടാണ്. പിന്നെ അവള് ഷാർജയിലും ഞാൻ ദുബായിലായിരുന്നപ്പോഴായാലും ആ ഒരു ബന്ധം അങ്ങനെ പോകുന്നുണ്ട്. രാഖിയുടെ ഹസ്ബൻഡ് ആണേലും വിജയണ്ണാണേലും പരിചയമുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീടാണ് അറിഞ്ഞത് കല്യാണത്തിനൊക്കെ ശേഷം.
അപ്പോൾ അവർ തമ്മിലും ആയാലും ആ ഒരു ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ട് ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഖി വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അവളാണെങ്കിലും അവിടെ വീട്ടിലൊരു എന്താ പറയുക, ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലും ഒരു പായസം ഉണ്ടാക്കിയാലും എനിക്ക് കൊണ്ടുവന്ന് തരാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കേക്ക് കഴിച്ചു. എനിക്ക് മധുരം ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും കേക്ക് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനോട് എന്തോ ആ ക്രീമി ടെക്സ്ചറിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പേട കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെന്താ, പിന്നെ എല്ലാ വർഷവും ബർത്ത്ഡേക്ക് ഇതുപോലെ മമ്മി പറയും, എന്താ പറയുക, നമ്മൾ ഡെലിവറിക്ക് പോയ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് അങ്ങനെ എല്ലാ വർഷവും കേട്ടതുകൊണ്ട് ആയിരിക്കാം ഞാനും ഇപ്പം മോളുടെ ബർത്ത്ഡേ ആണെങ്കിലും മോൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ആ സമയത്ത് ഞാനായാലും പറയും, ഇങ്ങനെയായിരുന്നു അന്ന് അമ്മ ഇങ്ങനെ ഫുഡ് കഴിച്ചു, ഇപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വേദന വന്നു, ഇങ്ങനെ പോയി, എന്നിട്ട് അവിടെ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ആ ഒരു സ്റ്റോറി എല്ലാ വർഷവും പറയും. അതുകൊണ്ട് തന്നെ എനിക്കായാലും ഞാൻ ഉണ്ടായ സമയത്ത് സ്റ്റോറി എല്ലാ വർഷം കേട്ട് കേട്ട് എനിക്കത് പരിചയം തന്നെയാണ്. എന്നാലും ആ ഒരു ദിവസം നമ്മളുടെ അപ്പനമ്മയുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ അതൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാനും അത് എൻ്റെ മക്കളോടും പറയാറുണ്ട് ട്ടോ. അപ്പം അങ്ങനെ അന്നത്തെ ആ കഥകൾ തന്നെയാണ് ഇങ്ങനെ വിശദമായിട്ട് തന്നെ ഇരുന്ന് പറഞ്ഞു പോകുന്നത് ട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഞാൻ പറഞ്ഞ കുർത്ത എനിക്ക് തയ്ച്ച് കിട്ടി. പക്ഷേ അത് എനിക്ക് ഇത്തിരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലൂസായിരുന്നു. ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നാണ് എനിക്ക് കയ്യിൽ കിട്ടിയത്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല. അത് അതുപോലെ തന്നെ ഇട്ടു. ഇനി അത് വീണ്ടും ഓൾട്ടർ ചെയ്യാനൊക്കെ കൊടുക്കണം. പലരും എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുർത്ത തയ്ച്ച് കിട്ടുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോൾ കാണിച്ച് തരണേന്ന്. അപ്പോൾ ഇനി ബാക്കിയെല്ലാം തയ്ച്ച് കിട്ടുമ്പോൾ ഞാൻ ഒരുമിച്ച് എല്ലാതും ഓരോന്നോരോന്ന് മാറി മാറി ഇട്ടിട്ട് കാണിച്ചു തരാം ട്ടോ. അപ്പോൾ എനിക്ക് സുന്ദരി വന്ന് ഉമ്മ തന്നു. പിന്നെ മോനും മോളും എല്ലാവരും ഉമ്മയൊക്കെ തന്നു. നമ്മളുടെ ഒരു അടുത്തൊരു വർഷമാണ്. ഈ ഇത്രയും വർഷം നമുക്ക് കിട്ടിയ എല്ലാ സ്നേഹത്തിനും സന്തോഷത്തിനും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് ട്ടോ ഈ ഒരു വർഷവും ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ആഘോഷമൊന്നുമില്ല. നമുക്കപ്പോൾ രാഖി വന്നിടുന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷം. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി. ബിരിയാണി ഉണ്ടാക്കുന്നതും ചിക്കൻ കറി ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റേതായ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമുക്കതൊരു എപ്പോഴും ക്യാമറയും ഇതൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ജോലി ചെയ്യുമ്പോൾ അത് സമയം ഒരുപാട് വീണ്ടും പോവും. അപ്പോൾ ഞാനാണെങ്കിൽ ഞാനൊരു ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ഈ പണികളൊക്കെ ചെയ്തത്. അപ്പോൾ തന്നെ വേഗം വേഗം മക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ തന്നെ വേഗം വേഗം ഫുഡൊക്കെ റെഡിയാക്കണം എന്നുള്ള ആ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പിടിക്കാഞ്ഞത്. അപ്പോൾ ഞങ്ങളങ്ങനെ ബിരിയാണിയും ചിക്കനൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പാലട പായസം ഉണ്ടാക്കി. ഞങ്ങൾക്ക് പിന്നെ ബർത്ത്ഡേകൾക്കൊക്കെ പൊതുവായിട്ട് പാലട പായസമാണ് കേട്ടോ. കാരണം അതാണ് എല്ലാവർക്കും കൂടുതലിഷ്ടം. അതുകൊണ്ടാണ് എപ്പോഴും ആ ഒരു പായസത്തിൽ തന്നെ പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് എനിക്ക് രാഖി ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 കുർത്ത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇത് ഞാനും എനിക്കും അവൾക്കും ഒരേപോലെ, പിന്നെ ഒരെണ്ണം വേറെ കളറ്. അപ്പോൾ അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു 2 പേരും ഒരുമിച്ച് ഇത് ഇട്ടിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒരുപാട് നേരം ഞങ്ങളിങ്ങനെ ബാച്ചിലെ കാര്യങ്ങളും പിന്നെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വർത്താനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കാര്യമായ വിശേഷമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ സന്തോഷമായിട്ട് ഈ ഒരു വർഷത്തെ പിറന്നാളും ആഘോഷിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാവർക്കും നന്ദിയും, കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇല്ലാത്തവരുണ്ട്. അവരെയും ഞാൻ ഓർത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു വർഷവും ആഘോഷിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.